നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ജർമ്മനി ഇന്നലെ അതിൻ്റെ ലോകകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചു. കിമ്മിച്ചിൻ്റെ നേതൃത്വത്തിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ജോഷുവ കിമ്മിച്ചിൻ്റെ നായകത്വത്തിന് കീഴിലാണ് അവർ വരുന്നത്. അതിൽ മുസിയളെ പോലെയുള്ള നല്ല താരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും നിർണായകമായതും ഏറ്റവും അത്ഭുതപ്പെടുത്തിയതും ഗോൾ കീപ്പർ മാനുവൽ ന്യൂയറിനെ കൊണ്ടുവന്നാണ്. മാനുവൽ നോയർ അഞ്ചാമത്തെ ലോകകപ്പാണ് ഇനി കളിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ 1-ാം നമ്പർ ഗോൾ കീപ്പറായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അദ്ദേഹം ആദ്യ 11-ൽ ഉറപ്പായിട്ടും ഉണ്ടാകും. അഞ്ചാമത്തെ ലോകകപ്പാണ് കളിക്കുന്നത്. 2010, 2014, 2018, 2022 ലോകകപ്പുകളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ ലോകകപ്പാണ് ഇപ്പോൾ കളിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2-3 ലോകകപ്പുകളിലായി 2 ലോകകപ്പുകൾ 18-ൽ 22-ൽ നിരാശാജനകമായ പ്രകടനമാണ് ജർമ്മനി കാഴ്ചവെക്കുന്നത്. 14-ൽ ജർമ്മനി ലോക ചാമ്പ്യന്മാരായപ്പോൾ അർജന്റീനയെ തോൽപ്പിച്ച് 1 ഗോളിന് തോൽപ്പിച്ച് ലോക ചാമ്പ്യന്മാരായപ്പോൾ അന്ന് ഗോൾ കീപ്പർ മാനുവൽ ന്യൂയർ ആയിരുന്നു. അങ്ങനെ ലോക ചാമ്പ്യൻ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇപ്പോൾ 40 വയസ്സുണ്ട്. 2024-ൽ അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ കോച്ച് പ്രത്യേകം താല്പര്യമെടുത്ത് ആ താല്പര്യമെടുക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അദ്ദേഹം ചാമ്പ്യൻസ് ലീഗിൽ ബയൺ മ്യൂണിക്കിൻ്റെ ക്യാപ്റ്റനാണ്. ബയൺ മ്യൂണിക്ക് എന്ന ക്ലബിൻ്റെ ജർമ്മൻ ക്ലബിൻ്റെ ക്യാപ്റ്റനാണ്. ചാമ്പ്യൻസ് ലീഗിലൊക്കെ അതിതകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. 40 വയസ്സൊന്നും തോന്നിക്കാത്ത വിധത്തിൽ ചെറുപ്പക്കാരനെ പോലെയാണ് പ്രകടനം ഉണ്ടായിരുന്നത്. അതൊക്കെ കണക്കിലെടുത്താണ് അദ്ദേഹത്തിൻ്റെ പരിചയസമ്പത്ത്, അദ്ദേഹത്തിൻ്റെ ആവേശം, അദ്ദേഹത്തിൻ്റെ പ്രതിഭ, ഇപ്പോഴും നിലയിൽ കളിക്കാനുള്ള ഒരു ആവേശം, ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് അദ്ദേഹത്തെ ടീമിലെടുത്തിട്ടുള്ളത്. അപ്പോൾ മാനുവൽ ന്യൂയർ ഒരു വലിയ അത്ഭുതമായി ഈ ലോകകപ്പിൽ നമ്മൾ കാണും. ജർമ്മനിയുടെ ഒരു റിസർജൻസ്, ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമ്പോൾ അതിന് മുന്നിൽ മാനുവൽ നോയർ ഉണ്ട്.